ഇന്നത്തെ എൻ്റെ യാത്ര കാടിനുള്ളിലേക്കല്ല എന്ന് മാത്രം, അതും ഫാമിലി ആയിട്ട് കുന്നും മലയൊക്കെ കയറിപ്പോയി ഒരു കിടിലം പ്ലേസിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര. ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ കാരണം വേറെ ഒന്നല്ല, വെക്കേഷനൊക്കെ കഴിയാനായി. അപ്പോൾ ഫാമിലി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താ. അതുപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന വഴി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ ഇ പാസ് എന്തായാലും നിർബന്ധമാണ്. ഇ പാസ് ഇല്ലാണ്ട് കടത്തി വിടില്ല. പിന്നെ അവിടുത്തെ പോലീസുകാർ ഇ പാസ് കൊടുത്താലും അവർക്ക് കൈമടക്കായിട്ട് എന്തെങ്കിലും കൊടുക്കണം. അതിനെക്കുറിച്ച് ഭയങ്കര ഒരു വിഷമാട്ടോ. എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഓരോ കാരണത്താൽ പറഞ്ഞു വെക്കും. പിന്നെ ഇങ്ങനത്തെ സ്പോട്ടൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, അപകട മേഖലയാണ്. ഈ കവാടം കണ്ട എല്ലാവർക്കും അറിയാം, അതെ നമ്മുടെ സ്വന്തം കൊടൈക്കനാലിലേക്ക് ആട്ടോ ഇന്നത്തെ എൻ്റെ യാത്ര. മലകളും കുന്നൊക്കെ കയറിയിട്ട് ഒരു കിടില സ്ഥലം തന്നെ നമ്മുടെ കൊടൈക്കനാൽ. ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതുപോലെ വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ പറ്റിയ ഒരു കിടില സ്പോട്ട് തന്നെയാണ് നമ്മുടെ കൊടൈക്കനാൽ. കൊടൈക്കനാലിലേക്ക് വരാനായിട്ട് രണ്ട് വഴിയാണുള്ളത്. നമ്മ വന്നിട്ടുള്ളത് പഴനി വഴിയാണ്. ഏറ്റവും ഡേഞ്ചർ പിടിച്ച ഒരു റൂട്ട് തന്നെയാണ് നമ്മുടെ കൊടൈക്കനാൽ ചുരം. നമുക്ക് ഡ്രൈവർമാരൊക്കെ പക്ക രീതിയിൽ തന്നെ വേണം വരാനായിട്ട്. അതുപോലെ തന്നെ KSRTC ബസ്സുകാരൊക്കെ നല്ല രീതിയിലാണ് പടച്ചു വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചത് നല്ലതാ, ആരോട് പറയാൻ അല്ലേ. പിന്നെ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളും ഉണ്ട്, നല്ല ക്ലൈമറ്റും കിട്ടുന്നു. ഒറ്റൊരു പ്രതീക്ഷയിലാണ് മുന്നോട്ടുള്ള യാത്ര. ഉച്ചയ്ക്ക് 2 മണിയാന്ന് പറയില്ല, അതുപോലെയാണ് കൊടൈക്കനാൽ ഇപ്പൊ കിടക്കുന്നത്. നല്ല രീതിയിൽ ഇരുട്ട് വന്നു. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലെത്തി. ഇ പാസിന് ഒരു 100 രൂപ കൊടുക്കണം. അതുപോലെ തന്നെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ അതിനൊരു 40 രൂപ. ഇത് ഇത്തിരി ചെയ്ത്തായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് റൂമൊക്കെ കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു 10-15 പേർക്കും ഫാമിലി ആയിട്ട് ഇതുപോലെ ചില്ലായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു കിടില റൂമാട്ടാ. നമുക്കിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഈ റൂമിന്റെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു വന്നോ. നല്ല രീതിയിൽ താമസിക്കാൻ പറ്റുന്ന ഒരു കിടില റൂം തന്നെയാണ് കേട്ടോ. പിന്നെ കൊടൈക്കനാൽ എത്തിയ മെയിൻ നല്ലൊരു ഹോട്ടൽ തപ്പി നടക്കണ്ട. അതെ, ഈ ഒരു ഹോട്ടലിൽ കയറിയാൽ മതി. റേറ്റ് ഇത്തിരി കൂടുതലാട്ടാ, അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാ. നല്ല രീതിയിൽ തണവുണ്ട്. നമുക്ക് റൂമുള്ളത് ലൈക്കിന്റെ അടുത്താണ് റൂം കിട്ടിയത്. ലൈക്കിക്ക് ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. നല്ല തണവായതിനുള്ള ഒരു ചായ എന്തായാലും നിർബന്ധ. കൊടൈക്കനാലിന്റെ വിശേഷങ്ങളോടൊക്കെ ഈ ചായക്കടക്കാരനോടൊക്കെ പറഞ്ഞു ഓരോന്ന് സംസാരിച്ചിരിക്കുക. അത് പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. ചായ കുടിച്ച് നമ്മൾ ലൈക്കിന്റെ അടുത്തേക്ക് പോവാട്ടോ. ലൈക്കിന്റെ അടുത്തേക്ക് 5 മിനിറ്റുള്ള റൂമിൽ നിന്ന് നടക്കാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന പ്രധാന ഒരു വരുമാനം തന്നെയാണ് ഈ സൈക്കിൾ സഫാരി. ഈ സൈക്കിൾ സവാരിക്ക് ഒരാൾക്ക് 100 രൂപയും 2 പേർക്ക് 150 രൂപയാണ് അവർ പറയുന്ന റേറ്റ്. പിള്ളേർക്കും ഫാമിലിക്കും ഒക്കെ ഈ ലൈക്ക് മൊത്തം സൈക്കിൾ ചവിട്ടി ഇറക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഇത്. കനാലൊക്കെ എൻ്റെ ഫാമിലി വന്ന ഒരു സൈക്കിളൊക്കെ എടുത്ത് നോക്കിയാ ഒരു വൈബ് വേറെ. സൈക്കിൾ സഫാരി മാത്രല്ല, ഇതുപോലെ കുതിര സഫാരിയും കൊടൈക്കനാലിലുണ്ട് കേട്ടാ. അങ്ങനെ നമ്മൾ ലൈക്കിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുത്തൊരു സ്പോട്ടാണ് ഗുണ കേവ്. നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. സ്കൂൾ പൂട്ടൊക്കെ ആയതുകൊണ്ട് ലാസ്റ്റ് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ തിരക്ക്. പിന്നെ പോകുമ്പോൾ നല്ല രീതിയിൽ കോടമഞ്ഞും ഉണ്ട് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റിലൂടെ പോകുമ്പോൾ ഇതുപോലെ ഗംഭീരൊരു ബ്ലോക്കും അത് വല്ലാത്ത ചടങ്ങാ. പിന്നെ ഈ തമിഴ്നാട്ടുകാരുണ്ട് ഇടയിൽ കുത്തി കയറുന്ന പരിപാടി, അത് എളുപ്പമല്ല കേട്ടാ. അങ്ങനെ ബ്ലോക്കൊക്കെ താണ്ടിതേ ഗുണാകാവ് എത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. എന്നാലും ഒരു സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് മുന്നോട്ടുള്ള യാത്ര തുടങ്ങി. നല്ല രീതിയിൽ വിനോദസഞ്ചാരികൾ ഉണ്ട് കേട്ടോ. നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഗുണ കേവ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം വേറെ ഇല്ല കൊടൈക്കനാലിൽ. ഗുണാക്കേവിലെത്തുമ്പോ ഇതുപോലെ ക്രൗഡ്, അതൊരു രക്ഷയില്ല. അതുപോലെ കോടമഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ഗുണാക്കേവ് കാണാൻ പ്രത്യേക ഭംഗിയാ. ആദ്യമൊന്നും ഈ ഗുണാക്കേവ് ഫേമസ് ഒന്നും അല്ലായിരുന്നു. ഇപ്പോ നമ്മ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, മഞ്ഞുമൽ ബോയ്സ്.
അത് ഒരു കഥ തന്നെയാണ് പറയാനുള്ളത്. അതേ പിന്നെ ശേഷം ഗുണ കേവ് കാണാനായിട്ട് തിക്കും തിരക്കും ഗംഭീരാട്ടോ. ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും ഇതുപോലെ സന്തോഷിക്കാൻ പറ്റിയ ഒരു കിഡ് സ്ഥലം തന്നെ കൊടൈക്കനാൽ. കോടമഞ്ഞൊക്കെ വന്നത് കൊണ്ട് നോക്കിയ മരങ്ങളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാ. ചുറ്റാൽ കോടമഞ്ഞും, ആഹാ എന്ത് രസം. ഇതുപോലെ നെറ്റിന്റെ മുകളിലൊക്കെ പൊത്തി പിടിച്ച് കയറുമ്പോൾ ശ്രദ്ധിച്ചോളൂ, അടിയിൽ കൊക്കയാന്നുള്ളൊരു വിചാരം വേണം കേട്ടോ. അങ്ങനെ ഗുണാക്കേവ് ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകണം. നമ്മൾ ബ്ലോക്കൊക്കെ താണ്ടി വന്ന കാരണം നമുക്ക് ഇനിയും കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഗുണാക്കേവിലെ പ്രത്യേക ഭംഗിയാണ് ഈ കോടമഞ്ഞായി കാരണം നല്ല രീതിയിൽ ക്രൗഡ് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത തണവും. അങ്ങനെ കോടമഞ്ഞൊക്കെ കണ്ട് ഗുണാക്കേവൊക്കെ കണ്ട് നമ്മൾ തിരിച്ചുള്ള യാത്ര തുടങ്ങി. ഇതിനും നല്ലൊരു സ്റ്റോറി ഇനി ഇതിന്റെ പുറകിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കൂട്ടുകാരെ.